എൻ്റെ പ്രിയ കൂട്ടുകാരെ, സഹോദരങ്ങളെ, എല്ലാവർക്കും ഒരു നമസ്കാരമുണ്ട്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണ്. നല്ലൊരു തിങ്കളാഴ്ചയല്ലേ അല്ലേ? പിന്നെ എല്ലാവരും ജോലിയിലൊക്കെ ഇരിക്കുമല്ലേ. ഞാനൊരു പാവയ്ക്ക മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. ഇത് വറുത്തല്ലേ എടുക്കുന്നത്, കുറച്ച് ഇത് പച്ച കണക്കിന്, പച്ചയായിട്ടല്ല, വറക്കാതെ ഇച്ചിരി ഒരു മയത്തിനാണ് എടുക്കുന്നത്. ചെറിയൊരു കയ്പ്പും ഒക്കെ കൂടെ ഉള്ളതാണ്. ഇതിനകത്ത് സവാളയും പച്ചമുളകും ഇട്ടു, ഇച്ചിരി ഉപ്പും കൂടെ ഒഴിക്കും. വെള്ളം, ഇത് ഉപ്പ് കല്ലായതുകൊണ്ട് ഇങ്ങനെ അലിക്കുക, വെള്ളത്തിലിട്ട് വെക്കുക, അടയ്ക്കണം. ശകലം മഞ്ഞപ്പൊടി. എനിക്ക് മഞ്ഞപ്പൊടി ഇടാതെ ഇടുന്നതാണ് എനിക്കിഷ്ടം, പക്ഷേ ഇവിടെ മഞ്ഞപ്പൊടി കാണുമല്ലോ. ഒരു നമ്മുടെ കൊന്നപ്പൂവിൻ്റെ കളറിലൊരു മഞ്ഞ കളർ, നല്ല മഞ്ഞ വരാതെ കൊന്നപ്പൂവിൻ്റെ മഞ്ഞക്കളർ. ഇത് ക്യാമറയുടെ കളർ ഇതാണ് കേട്ടോ. ഇത് ശരിക്കും നല്ലൊരു കളർ കിട്ടുന്നില്ല. ഇതിനകത്ത് നോക്കുമ്പോൾ നല്ല കളറാണ്, നല്ല കൊന്നപ്പൂവിൻ്റെ കളറാണ് കേട്ടോ. പക്ഷേ ഇതിനകത്തൊരു വെള്ളയായിട്ടാണ് വരുന്നത്. എന്തെന്നോ, ക്യാമറയുടെ കുഴപ്പം. എൻ്റെ ഫോണ് ശരിയല്ല കൂട്ടേ. പിന്നെ ഇതിനകത്തൊരു ശകലം കൈവെള്ളം തളിക്കണം. തളിച്ചിട്ട് അമ്മ അയ്യോ, എന്താ ചുമ്മല്. ഒരു ശകലം വേകുമ്പോഴേ അകത്ത് നിൽക്കുന്ന അടപ്പാകുമ്പോൾ ഇതൊന്ന് വെന്ത് വരും. കുറേ വേകുമ്പോഴത്തേക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. പഴഞ്ചോറ് ഊറ്റി വെച്ചേക്കുവാണ്. ചോറ് വെന്തിട്ടില്ല. നമ്മുടെ ചോറ് ഇങ്ങനെ കിടക്കുകയാണ്, ഒരു പരുവം വേവലി കിടക്കുകയാണ്. എന്തെന്നോ, ഇത് ഭയങ്കര പൊക്കമാണ് അടുപ്പ് കേട്ടോ. പഴഞ്ചോറ് തിളപ്പിച്ച് ഊറ്റിയത് ഇതിനകത്തോട്ട് പോരാ. ആദ്യം ഞാൻ പഴഞ്ചോറങ്ങ് തിളപ്പിച്ച് ഊറ്റും. നമ്മുടെ ഇന്നലത്തെ മീൻ വറ്റിച്ച് വെച്ചേക്കുന്നു. പിന്നെ വേറെ എന്താണ് കൂട്ടുകാരെ? ഇതാണ് ഇന്നത്തെ പരിപാടി. തിളപ്പിച്ചുറ്റി പഴഞ്ചോറുള്ളതുകൊണ്ട് ഞാൻ 1 ഗ്ലാസ് അരി ഇട്ടോളാം, അല്ലെങ്കിൽ ഒരു 1.5 ഗ്ലാസ്സൊക്കെ ഇടും. നമുക്ക് 3 പേരെ ഇവിടെ ആളുണ്ട് കേട്ടോ. അമ്മയും അമ്മയുടെ ചെറുമോനും ഞാനും. ആക്കച്ചൂടെ കാണത്തില്ല, വൈകിട്ടൊക്കെ വരുള്ളൂ. ചിലപ്പോൾ ഉച്ചയ്ക്ക് കഴിക്കാൻ കാണും. ശരിക്കട്ടെ, അരി ഇവിടെ വെച്ചാണ് ഞാൻ വാർക്കുന്നത് കേട്ടോ. ഇതിനകത്ത് നമ്മൾ തുപ്പത്തൊന്നുമില്ല കേട്ടോ. അരി വാർക്കും. കഴിഞ്ഞ ദിവസം എൻ്റെ മൂടളവിൽ പോയി. ഗനിയൊന്നും എൻ്റെ മൂടളവിട്ട് ആയിട്ടില്ല.
നല്ല കൊന്നപ്പൂവിൻ്റെ കളറാണ്. പക്ഷേ ക്യാമറയിൽ ഒരു വെള്ളയായിട്ടാണ് കാണുന്നത്. പക്ഷേ എനിക്ക് നല്ലൊരു മഞ്ഞ വരുന്നില്ല. എൻ്റെ ഫോണിൻ്റെ കുഴപ്പമാണ്. ശകലം കൂടെ ഒന്ന് ദയവായിട്ടേ ചോറായി നോക്കാം. ചോറായൊന്ന് നോക്കാം, ചോറായൊന്ന് നോക്കാം. ആയിട്ടാ. അപ്പോൾ പിന്നെ ശരി സഹോദരങ്ങളെ, ഒരു കൈ കൊണ്ട് എനിക്ക് അരി വറക്കാൻ പറ്റത്തില്ല. ചൂടല്ലേ, ഒരു കൈ കൊണ്ട് അരി വറക്കാൻ പറ്റത്തില്ല കൂട്ടുകാരെ. ഇന്ന് കുറച്ചരി ഇട്ടിട്ടുള്ളേ. കൃഷ്ണ 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 മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരി. എന്താ കുറച്ചേ ഉള്ളേ, കുറച്ച് ചോറേ ഉള്ളതുകൊണ്ടേ ഒരു കൈ കൊണ്ട് അങ്ങോട്ട് ഒഴിക്കാൻ പറ്റി. കുറച്ച് ചോറേ ഉള്ളതുകൊണ്ട് ഒരു കൈ കൊണ്ട് അങ്ങോട്ട് ഒഴിക്കാൻ പറ്റി കൂട്ടുകാരി. ഒരു ഗ്ലാസ് ഒഴിക്കാൻ ഇട്ടതേ. ഞാൻ എന്തെങ്കിലും അറിയാമോ, കഞ്ഞിവെള്ളം കണ്ടോ? ഈ കഞ്ഞിവെള്ളം ഞാൻ എടുത്ത് വയ്ക്കും കുടിക്കാൻ. വെള്ളവും ചേർത്തിട്ട് ഞാൻ കുടിക്കും. വെള്ളവും ചേർത്തിട്ട് ഞാൻ കുടിക്കും കഞ്ഞിവെള്ളം. അമ്മ എനിക്ക് കൈ ഇങ്ങനെ നനഞ്ഞിരിക്കുമ്പോഴേ എനിക്ക് എപ്പോഴും ഇങ്ങനെ നൈറ്റിൽ ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കും. എന്താ തീ കൂട്ടി വയ്ക്കാം. കേട്ടോ, വെന്തു കേട്ടോ. വെന്തു. കുഴഞ്ഞിട്ടല്ല, എന്നാൽ ശരിക്കും കുഴഞ്ഞുമല്ല കുഴയാതെയല്ല ഇരിക്കും. ഇതിനകത്തെ ഒരു ശകലം തേങ്ങയും കൂടെ തിരുമ്മി ഇടണം. എനിക്ക് ഈ വെള്ളയായിട്ടിരിക്കുന്നതാണ് എനിക്കിഷ്ടം. പക്ഷേ നമുക്കിവിടെ മഞ്ഞൾ അമ്മ വേണം. ഉപ്പുണ്ട് കേട്ടോ, നല്ല കയ്പുണ്ട്. ഇച്ചിരി തേങ്ങ ഇടുമ്പോഴേ എനിക്ക് വെള്ളയായിട്ടിരുന്നിട്ട് പച്ചമുളകും സവാള ഇട്ടിട്ട് പിന്നെ തേങ്ങയും കൂടെ ഇടുമ്പോഴാണ് എനിക്കിഷ്ടം. അപ്പോൾ തേങ്ങ ഇങ്ങനെ ചവയ്ക്കുന്നിട്ട് വെള്ള കളറിൽ ഇരിക്കണം. വെള്ളയല്ല, നമ്മുടെ മഞ്ഞ കളർ ഇടാതെ, മഞ്ഞ ഇല്ലാതെ, അങ്ങനെയാണ് എനിക്കിഷ്ടം. പക്ഷെ ഇവിടെ അമ്മയ്ക്ക് മഞ്ഞ കളർ ഇടുന്നു. ഇനി മഞ്ഞ ഇടാത്തെന്തെന്ന് ചോദിച്ചാൽ ഈ കഞ്ഞിവെള്ളം കണ്ട ഞാനേ തല കഴുകാൻ വെച്ചിരിക്കുകയാണ് കേട്ടോ. തെളിഞ്ഞ് നിൽക്കുന്നു. രാവിലെ എടുത്ത് ഒഴിച്ച് വെച്ചാൽ തെളിഞ്ഞ് നിന്നു. ഇതിനെ വൈകിട്ട് കുളിക്കുമ്പോഴേ തല കഴുകാനായിട്ട് ഞാൻ തല കഴുകും. നല്ലതാണ്, ഷാമ്പു പോലെ.
മുടി വളരാനും തലയ്ക്ക് നല്ല തണുപ്പിനും ഒക്കെ നല്ലതാണ്. മുടിയും വളരും. എന്നും തേക്കണ്ട, ഒരു 2 ദിവസത്തിലൊരിക്കൽ തേക്കുന്നത് നല്ലതാണ്. കഞ്ഞിവെള്ളം ഞാൻ എടുത്ത് കുടിക്കാൻ വെച്ചേക്കുന്നത്, കുടിച്ചിട്ട് ബാക്കി വരുന്നത് അതിനകത്ത് ഇങ്ങനെ ഒഴിച്ച് വയ്ക്കും. ഇതാണ് നല്ലൊരു പാകം. ചെറിയൊരു പച്ചയും അങ്ങനെ നമ്മുടെ മെഴുക്ക് പുരട്ടി റെഡിയായി. അതിങ്ങനെ ഇരുന്നാൽ മതി. ഇത് എണ്ണ ഒഴിച്ച് ഇച്ചിരി കടുവും പൊട്ടിച്ചതിന് ശേഷമാണ് ഞാനകത്തോട്ട് ഇട്ടത്. പക്ഷെ ഞാൻ പറഞ്ഞ കണക്കിന് പച്ചയ്ക്കാണെങ്കിൽ, നമ്മൾ പച്ചയ്ക്ക് ഞാൻ പറഞ്ഞ കൂട്ടാണെങ്കിൽ ഇരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളൊരു ശകലം ഒരു തുള്ളി വെള്ളത്തിൽ ആദ്യം ഒരു ശകലം എണ്ണ, ഒരു തുള്ളി എണ്ണ ഇങ്ങനെ അങ്ങോട്ട് പാത്രത്തിൽ അടി പിടിക്കാതിരിക്കാൻ വേണ്ടി ഒഴിക്കും. ഒഴിച്ചിട്ട് ഈ പാവയ്ക്കയും, ഇതല്ല ഞാൻ വെള്ളയായിട്ട് വയ്ക്കുന്നെങ്കിൽ, പാവയ്ക്കയും പച്ചമുളകും സവാളയും കൂടെ അരിഞ്ഞ് ആ ഒരു തുള്ളി എണ്ണയ്ക്കകത്തോട്ടിട്ട് ഒരു തുള്ളി ഒരു ശകലം വെള്ളവും കൈവെള്ളം തളിച്ചിട്ട് വേവിക്കും. കമത്തി വെച്ച് ഇതുപോലെ വെന്ത് കഴിഞ്ഞതിന് ശേഷം തേങ്ങയിട്ട് പിന്നെ ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഒഴിക്കും. അങ്ങനെയാണ് എനിക്കിഷ്ടം. പക്ഷേ ഇത് ഞാൻ പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടെന്നേ ഉള്ളൂ. പിന്നെ ഇത് ഞാൻ കടുക് പൊട്ടിച്ചിട്ട് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ട് അതിനകത്ത് ഈ സവാളയും പിന്നെ പച്ചമുളകും പാവയ്ക്കയും കൂടെ ഇട്ട് ശകലം മഞ്ഞൾപ്പൊടി ഇട്ട് അത് കണ്ടില്ലേ, ഒരു വേവായപ്പോഴത്തേക്ക് ഇച്ചിരി തേങ്ങ ഇട്ടത് കണ്ടില്ലേ, ആയിക്കഴിഞ്ഞു കേട്ടോ. ഇനി കോരി ഒരു പാത്രത്തിൽ വെക്കാം. ഇത് ഇന്നലത്തെ മീൻകറി, ഇത് മതി. പിന്നെ കറിയായിട്ട് എന്തുവാ, ആ മീൻകറി ഉണ്ട്, പാവയ്ക്ക. പിന്നെ രാവിലെ പുട്ടിന് പയറാണ് ഉണ്ടാക്കിയത്, ചെറുപയർ. അപ്പോൾ അതൊരു കറി പോലെയാണ് ആക്കിയിരിക്കുന്നത്. നമ്മൾ ചിലർക്ക് പപ്പടവും പയറും നല്ല കട്ടിക്ക് പപ്പടവും പയറിരിക്കുന്നതാണ് ഇഷ്ടം. ഇവിടെ ഇച്ചിരി നീട്ടി കറി പോലെ ഇരിക്കണം. അപ്പോൾ അതുണ്ട് ചോറിൽ, അതെടുക്കാം. അപ്പോൾ പിന്നെ ടാറ്റ പറയട്ടെ, ഞാൻ ഇച്ചിരി കഞ്ഞിവെള്ളം കുടിക്കട്ടെ. ഇത് കോരി ഒരു പാത്രത്തിൽ വയ്ക്കാം. ഈ വെള്ളത്തിൽ ഒഴിക്കാം കഞ്ഞിവെള്ളം, അല്ലേ ഈ വെള്ളത്തിലോട്ട് കഞ്ഞിവെള്ളം ഒഴിക്കല്ലേ, കുറുവിയിരിക്കുന്നു. ചൂട് കഞ്ഞിവെള്ളം ആരും പച്ചവെള്ളം ചൂട് കഞ്ഞിവെള്ളത്തിനകത്ത് ഒഴിക്കാറില്ല കേട്ടോ. ഇവിടെ അടുക്കള വേറെയാണ് കേട്ടോ. ഇതിനകത്തുണ്ട് 2 അടുക്കള, പക്ഷെ ഇവിടെ വേറെ ആയിട്ടാണ് അങ്ങോട്ട്. അപ്പോൾ പിന്നെ ശരി സഹോദരങ്ങളെ, ടാറ്റാ.